hello, welcome back to my YouTube channel Muted Stories. After a long time ശേഷമാണ് ഞാൻ വീണ്ടും ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോസ് ചെയ്യുന്നത്. ആൻഡ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇത്രയും പേരും മേ ബി ഞാൻ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കാം. അതല്ല എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. പുറത്തൊന്നും അങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്നെ ഈ വീഡിയോ വഴിയാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്കറിയില്ല എത്ര പേരാണ്. കാരണം ഞാൻ നോർമലി മുൻപ് ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ടൈമിൽ എല്ലാവരെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കുമായിരുന്നു. പക്ഷെ വ്യൂസ് ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോസ് ഇടുന്ന ടൈമിൽ എനിക്ക് വ്യൂസ് കിട്ടാറില്ല. കാരണം ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ലേ. അങ്ങനെ ഇനി എന്തായാലും അങ്ങനത്തെ പരിപാടി ഇല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കംബാക്ക് ആയതുകൊണ്ട് ഞാൻ എന്ത് കണ്ടന്റ് എടുത്ത് ഞാൻ വീഡിയോ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ, ബേസിക്കായിട്ട് തന്നെ തുടങ്ങാം. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങ് പതുക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 വീക്സായി ഞാൻ റിമൂവ് ചെയ്തിട്ട്. ആൻഡ് ഐ ഹാവ് PCOD. കാരണം ആ PCOD ഉള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ +2 പഠിക്കുന്ന ടൈമിലാണ് ഫേഷ്യൽ ഹെയർസൊക്കെ എടുത്തു തുടങ്ങിയത്. ആ ടൈമിൽ ഇങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നിനക്ക് മീശയൊക്കെ വരുന്നുണ്ടല്ലോ, നീ ആങ്കൊച്ചാണോ, ഇതൊക്കെ എന്തായാലും എനിക്ക് ഇത്ര വരുന്നേ എന്നൊക്കെ. കാരണം ആ ടൈമിൽ എനിക്ക് PCOD ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു PCOD ഉണ്ട് എന്നുള്ളൊരിത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു PCOD അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേഷ്യൽ ഹെയർസ് റേസർ യൂസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതേപോലത്തെ റേസർ യൂസ് ചെയ്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ആദ്യമൊക്കെ ഫേസ് വാഷ് ചെയ്ത് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു പെട്ടെന്ന് എനിക്കൊരു പിമ്പിൾസും കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറേ വീഡിയോസുകൾ റെഫർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഫേസ് വാഷ് ചെയ്യണ്ട, ഡ്രൈ ആയിട്ട് ചെയ്യാൻ നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അതിന് ശേഷമാണ് ഞാൻ അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു അലോവേറ ജെല്ല് എടുക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിലുള്ളത് ഹിമാലയയുടെ അലോവേറ ജെല്ലാണ്. അത് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എവിടെയൊക്കെയാണോ നമ്മൾ എൻ്റെ ചിന്നിൻ്റെ അവിടെ ഒരുപാടുണ്ട്. കാരണം PCOD ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സാധനം കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു വിഷമമുള്ള കാര്യമാണ് ഫേഷ്യൽ ഹെയർസ് വരുന്നത്. എല്ലാവരും കളിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ഒരുപാട് കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതങ്ങ് ശീലാവെന്ന് പറയുന്ന പോലെ. കാരണം പറയുന്നവർക്ക് അത് പറയാമല്ലോ, എന്ത് വിഷമമാണ് നമുക്കുള്ളതെന്ന് ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഫേസിൽ ഫുള്ളി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് റേസർ എടുക്കുക. റേസർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് എടുക്കാൻ നോക്കുക. കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ വിട്ടാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം വേറൊരു കാര്യമാണ്, ഒരു റേസർ ഒരു 3 ടൈംസേ കൂടിപ്പോയി യൂസ് ചെയ്യാവും. അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഡൗൺവേർഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഫേഷ്യൽ ഹെയർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് ഗ്രോത്ത് വരുമോ, അതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഒരിക്കലുമില്ല. നമ്മുടെ ഹോർമോണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ
ഇപ്പോൾ എനിക്ക് PCOD ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫേഷ്യൽ ഗ്രോത്ത് ഇത് നല്ല കൂടുതലായിട്ട് വരുന്നത്. ചില ആൾക്കാർക്ക് ഇങ്ങനെ വരാറില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല. നോർമലി ഇത് യൂസ് ചെയ്യാണ്ടിരുന്നാലും നമുക്ക് ഹെയർ ഗ്രോത്ത് വരും. മേ ബി അതൊരു നമുക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കും. കാരണം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ഫേഷ്യൽ ഹെയർസ് നമ്മുടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഇത് മാറ്റുമ്പോൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരുപാട് പേര് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഹെയർ റിമൂവൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ. ഇനി ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. മോയ്സ്ചറൈസ് ചെയ്ത് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഡൺ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. ആൻഡ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇനി ഇങ്ങനത്തെ വീഡിയോ കാണണം എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഡു ഷുവർ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.